വാർത്തകളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലേക്ക് തന്നെ പോകാം. 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിക്ക് മുകളിലും ബോംബ് വീണു എന്ന് വാർത്തയുണ്ട്. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരനുമുണ്ട്. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായിട്ടുള്ള ഗുട്ടേറസ് രാജ്യത്ത് പ്രവേശിക്കരുത് എന്നാണ് ഇസ്രായേലിന് നിർദ്ദേശം. ഇറാനെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കി ഇസ്രായേൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം. ഇതിനിടെ സൈനിക നേതാക്കളെയും ബെഞ്ചമിൻ നെതന്യാഹു കണ്ടിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്ന്. രഞ്ജിത്ത്, ഈ പശ്ചിമേഷ്യ കലുഷിതമാണ്, ഭീതിതമാണ് സാഹചര്യം. അതിനുമപ്പുറം ഇന്നലെ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ അതെന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ലെബനനിൽ കരയുദ്ധം രൂക്ഷമാണ് എന്നുള്ളതാണ്. ലെബനനിലെ നിരവധി ഗ്രാമങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേൽ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 50ഓളം ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൂട്ടപലായനം ചെയ്തു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെടുകയും 86ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം ഇസ്രായേലിന്റെ ഏതാണ്ട് 6ഓളം സൈനികരെ, അതും ചെറുപ്പക്കാരായ 6ഓളം സൈനികർ ഈ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതരായ ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമണം ലെബനന്റെ വിവിധ മേഖലകളിൽ നടത്തുകയാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അത് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കാര്യമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും 180ഓളം മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തത്. ഈ പശ്ചാത്തലം ഏറെ സങ്കീർണമായി. മൊസാദിന്റെ ആസ്ഥാനത്ത് പോലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പാളീച്ച പറ്റി എന്ന വിവരങ്ങൾ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ പങ്കുവെക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. തുടർന്നാണ് ഇസ്രായേൽ ഏറെ പ്രകോപിതരാവുകയും തുടർച്ചയായ ബോംബാക്രമണം നടത്തുകയും ചെയ്തത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇത് അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് കരയുദ്ധത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. കരയുദ്ധം വലിയ തോതിൽ അവിടെ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് വ്യോമാക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ നിരവധി ആളുകൾ ഓരോ ആക്രമണത്തിലും കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഉണ്ടായ ബോംബാക്രമണത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഒരു ആശുപത്രിക്ക് മുകളിലാണ് മിസൈലുകൾ തുടർച്ചയായി വർഷിക്കപ്പെട്ടത്. അവിടെ ഒരു അമേരിക്കൻ വംശജനും കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിനെ ആശങ്കയോടെ തന്നെ അമേരിക്ക സമീപിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അമേരിക്കയുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ജോ ബൈഡന്റേത് വന്നു കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തിയാൽ അമേരിക്ക പിന്തുണയ്ക്കില്ല എന്നുള്ള പ്രസ്താവന ജോ ബൈഡനുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. ഇത് ഈ ആക്രമണത്തിൽ അമേരിക്കൻ വംശജൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജോ ബൈഡൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഏതായാലും നിർണായകമായ നിമിഷങ്ങളാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഓരോ ലെബനനിൽ നടത്തുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണം അത് കരയിലും ആകാശത്തും ഒരുപോലെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേൽ ഒട്ടും പുറകോട്ടില്ല. അതായത് ഇറാന്റെ ശക്തമായ മിസൈൽ വർഷത്തിന് ശേഷം ഒട്ടും ഇസ്രായേൽ പുറകോട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിലും ലെബനൻ ആക്രമണം ശക്തമാക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, UN സെക്രട്ടറി ജനറൽ ആന്റണി ഗുട്ടാറസ് കഴിഞ്ഞ ദിവസം ഈ ആക്രമണങ്ങളെ അപലപിച്ച സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഇറാന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്നാണ് ഇസ്രായേലിന്റെ പരാതി. തുടർന്ന് ഗുട്ടറസ് ഈ നയതന്ത്രജ്ഞ തലത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് എന്ന അതിരൂക്ഷമായ വിമർശനം ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗുട്ടറസിന് ഇസ്രായേലിലേക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളത് അതിസങ്കീർണമായ ഒരു സാഹചര്യമായി തന്നെയാണ് കാണുന്നത്. കാരണം നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ തുടർച്ചയായി ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞിരുന്നു. ഗസയിൽ ഹമാസിനെ ആക്രമിച്ചപ്പോൾ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തുമ്പോൾ ലെബനനിൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പാണ് തുടർച്ചയായി ഗുട്ടറസ് നൽകിക്കൊണ്ടിരുന്നത്. ഗുട്ടറസിന്റെ ഇത്തരം പരാമർശങ്ങളാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതിൽ അമേരിക്ക ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ട് നമുക്കറിയാം UN എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ സംഘടനയാണ്. പല വിഷയങ്ങളിലും ഇടപെട്ട് മധ്യസ്ഥ ചർച്ചയടക്കം നടത്തി പല വിഷയങ്ങളും നേരത്തെ പരിഹരിച്ച ചരിത്രം UN-നുണ്ട്. പക്ഷേ ഇവിടെ UN പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. UN-ന്റെ പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും ഉപരോധമടക്കമുള്ള കാര്യങ്ങളും ഇസ്രായേലിനെ ഒരു തരത്തിലും
അടിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും മറ്റും പിന്തുണയാണ്. ഇത് ഇസ്രായേൽ ഇപ്പോഴും തേടുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി ഇറാൻ ആക്രമണത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും മറ്റും ഇസ്രായേൽ അനുകൂലമായി നിന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ചില ഗൾഫ് രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അപലപിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ ലോക രാജ്യങ്ങളുടെ പിന്തുണ കൂടി തേടിക്കൊണ്ടാണ് ഇപ്പോൾ യുഎന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കം എന്നത് ലോകക്രമത്തിലേക്ക് നീങ്ങരുത് എന്ന യുഎന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പദ്ധതിയിലേക്ക് തന്നെയാണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയാനാകുമോ? തീർച്ചയായും ചൊവ്വാഴ്ചത്തെ മിസൈൽ ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനിക നേതാക്കളുമായി അടിയന്തരമായി മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച നടത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കി എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തും ഇസ്രായേൽ എന്ന വിവരം പുറത്തു വരുന്നത്. അതിനെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയോടെ കാണുന്നത് കൂടി ചേർത്ത് വായിക്കണം. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അത് വലിയ തോതിലുള്ള പ്രകോപനത്തിന് കാരണമാവുകയും ഒരു രാജ്യം ഏതാണ്ട് പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇറാനിൽ ഇന്ത്യക്കാരുണ്ട്, അമേരിക്കക്കാരുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ സുരക്ഷിതത്വം ഈ ലോക രാജ്യങ്ങൾക്കൊക്കെ ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള, അവരവരുടെ രാജ്യത്തെ ജനങ്ങളെ, പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ലോകരാജ്യങ്ങളും ആരംഭിച്ചു എന്ന വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ അമേരിക്ക പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ജോ ബൈഡൻ മറുപടി പറഞ്ഞതും നിർണായകമായി. കാരണം നമുക്കറിയാം, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നീ 8 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ടെലഫോണിൽ സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ബൈഡൻ മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. ഇതിനിടയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. G7 രാജ്യങ്ങളുടെ ഉപരോധം ഇറാനെതിരെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഈ ആക്രമണം, അതായത് എങ്ങനെ നമുക്കറിയാം, നയതന്ത്രകാലത്തിൽ വലിയ തിരിച്ചടിയായ ഒരു ആക്രമണമാണ് ഇസ്രായേലിൽ സംഭവിച്ചത്. 180ഓളം മിസൈലുകളാണ് ഇസ്രായേലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ, ടെല്ലവീവിലെ വിവിധ കേന്ദ്രങ്ങളിൽ പതിച്ചത് എന്നുള്ളത് ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെ കണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇറാൻ നേരിട്ട് ആക്രമണത്തിന് ഇറങ്ങിയാൽ അതിനെ ഇസ്രായേൽ പ്രതിരോധിക്കാൻ പോവുകയും ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിക്കുകയും ചെയ്താൽ ഈ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം, ആണവ സാങ്കേതിക വിദ്യ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. ഒപ്പം ഇറാന്റെ പക്കൽ അത്യാധുനിക മിസൈലുകൾ കൂടിയുണ്ട്. ചൈനയുടെയും ഒപ്പം റഷ്യയുടെയും സഹായം ഇറാനുണ്ട്. അങ്ങനെ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇസ്രായേൽ പോയാൽ അത് യുദ്ധത്തിന്റെ സ്വഭാവം സ്വാഭാവികമായി മാറ്റുകയും അത് ലോകക്രമത്തിൽ വലിയ മാറ്റം വരുത്തുകയും മറ്റും ചെയ്യും. അത് ആശങ്കയോടെ കാണേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ആക്രമിച്ചതുപോലെയല്ല ഇറാൻ എന്ന രാജ്യത്തിന് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്തുക എന്നുള്ളത്. ഇന്നലെ അയത്തുള്ള ഖൊമേനി അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ ആയുധ ശേഖരങ്ങളുടെ ഒരു ചിത്രം അയത്തുള്ള ഖൊമേനി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അത് ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ്. പക്ഷേ അതിനെ പ്രകോപനപരമെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റും കരുതുന്നുണ്ട്. ഇസ്രായേൽ സ്വാഭാവികമായും തിരിച്ചടിക്കും. തങ്ങളുടെ സുരക്ഷിതത്വം, തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷിതത്തെ അടക്കം സംരക്ഷിക്കാനുള്ള എല്ലാ തലത്തിലുമുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അത്തരമൊരു ആക്രമണം പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം, എൽദോ അശ്വതി, ഇറാനിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. ഇറാനിലുള്ള ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാനുള്ള പദ്ധതി വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലേക്ക് കാര്യങ്ങൾ കടന്നാൽ ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ, നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു, അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചത്. ഇറാന്റെ പക്കൽ കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്, ലഭ്യമാകുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഇറാൻ ഉപയോഗിക്കുക എന്നത് ഏറെ നിർണായകമാണ്. ആണവായുധം പോലെയുള്ള നശീകരണമായ കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ മാത്രമല്ല, നൽകിയ അതിസങ്കീർണമാണ് സാഹചര്യം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിനിടെ ഡാനി ഡാനൻ ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിലെ ഇസ്രായേൽ പ്രതിനിധിയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. അവിടെ ഇസ്രായേൽ എടുക്കുന്ന തീരുമാനം അത് നിർണായകമായി മാറുമെന്നുള്ളതായിരുന്നു സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗത്തിന് തൊട്ടു മുൻപ് ഡാനി ഡാനോൺ അദ്ദേഹത്തിന്റെ പ്രതികരണം. Night in Israel
was not a defensive action of Iran. It was a calculated attack on a civilian population. Israel will not stand by in the face of such aggression. Israel will respond. Our response will be decisive. And yes, it will be painful. But unlike Iran, we will act in full accordance with international law. Following their heinous assault on 10 million Israeli civilians, the Islamic regime in Iran had the audacity, the chutzpah, to send a letter to the Security Council. In that letter, they patted themselves on the back, claiming they acted in accordance with international humanitarian law by targeting military sites, while suggesting that any response from Israel would be illegal. We are very disappointed from the Secretary General's approach. Let's look at the last year. After October 7th, the Secretary General put a very poor statement where he said that there is no vacuum. And some understood that he's justifying the atrocities of October 7th. After that, the UN never passed a resolution under his leadership condemning Hamas and the atrocities, not in the General Assembly, nor in the Security Council. Yesterday, when we are being attacked by a member state of the UN, 180 ballistic missiles, 10 million people running to shelters, the statement he put out basically calling for de-escalation, not mentioning Iran, not mentioning who is the aggressor or who is self-defending its people. That moral equation is detached from reality.